മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ വിളിച്ച ഉന്നതതല യോഗം അവസാനിച്ചിരിക്കുന്നു. അടിയന്തര നടപടിയായി വേഗതാ നിയന്ത്രണം ഇന്നു മുതൽ ഏർപ്പെടുത്തുന്നു. ഒപ്പം തന്നെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നു. ഇതാണ് തീരുമാനം വന്നത്. ഇപ്പോൾ MLA കെ ശാന്തകുമാരി ഒപ്പം ചേരുന്നു. ഇതിപ്പം ഘട്ടം എന്ന നിലയിലല്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടുണ്ട്, ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യണം, ലോങ് ടേമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ട് വിഷയങ്ങളും നാളത്തെ SP-യും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ NHI, PWD തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ടീം, കളക്ടറുകളും അതിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ സേഫ്റ്റി ഓഡിറ്റ് ടീം പോയി പരിശോധന നടത്തിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഇനി നമ്മൾ തിങ്കളാഴ്ച മുതൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത് ശാശ്വത പരിഹാരം എന്ന നിലയിൽ ചില വിഷയങ്ങൾ വരുന്നുണ്ട്. നിലവിൽ തന്നെ 35 കിലോമീറ്റർ വേഗതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പോലീസ് നിരീക്ഷണത്തിൽ കർശനമാക്കാനാണോ തീരുമാനം? അല്ല, അതിൽ ഈ വളവിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണല്ലോ. സാധാരണ നാഷണൽ ഹൈവേയിൽ 35 അല്ലല്ലോ വരുന്നത്. അപ്പോൾ ഒന്നുകൂടി അവിടുത്തെ പോലീസിൻ്റെ ടീം അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് മണ്ണാർക്കാട് ഭാഗത്ത് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും കൃത്യമായിട്ട് ഇവിടെ നിയന്ത്രണത്തിൽ പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. വളവ് നികത്തലാണ് ഏറ്റവും പ്രധാനമായ ആളുകൾ ഉന്നയിച്ചൊരു വിഷയം. ഇന്നും പ്രദേശവാസികൾ അത് മുന്നോട്ട് വെച്ചു. അത് പരിഹരിക്കാൻ എന്താണ് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണോ അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു? അല്ല, അത് ദേശീയപാത അതോറിറ്റി തന്നെയാണ് അതിൻ്റെ. കാരണം NHI അവരുടെ കൺട്രോളിലാണ്. നമുക്കിപ്പോൾ നിർമ്മാണത്തിൻ്റെ ചുമതല മാത്രം സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളൂ. അപ്പോൾ വൺസ് അവരെ ഒരു പ്രോജക്റ്റായിരുന്നു 260 കോടി, അത് ഈ ടാണ മുതൽ നാട്ടുകൾ വരെ, അത് കംപ്ലീറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ആൾസോ. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നമുക്ക് അത് അഡീഷണലായിട്ടൊരു ഫണ്ട് പ്രോജക്റ്റാക്കി കൊണ്ടുവന്ന് അവർ DPR തയ്യാറാക്കി, എസ്റ്റിമേറ്റ് തയ്യാറാക്കി പുതിയൊരു പദ്ധതിയായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ സാധാരണ നടപടിക്രമം. അത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനുവേണ്ടി നിർബന്ധം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ്, അവർക്കെതിരെ നടപടി വേണം. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയാണല്ലോ. കാരണം എന്താ വെച്ചാൽ ഏത് ഉദ്യോഗസ്ഥനായാലും അത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അവരുടെ കൃത്യവിലോപം മറ്റു കാര്യങ്ങളെല്ലാം ഒരാളുടെ ജീവന് പൊലിയുക എന്ന് പറഞ്ഞാൽ അത്യന്തം അപകടകരമാണ്. അതിനകത്ത് ക്രിമിനൽ നടപടികളാണെങ്കിൽ നടപടികളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് MLA ആണ് വ്യക്തമാക്കിയത്. അടിയന്തര നടപടികൾ ഇന്നു മുതൽ ആരംഭിച്ചു. നാളെ യോഗം ചേരും, പ്രത്യേക സേഫ്റ്റി ഓഡിറ്റ് ഉണ്ടാകും, അതിനുശേഷം തീരുമാനം എന്നതാണ് MLA വ്യക്തമാക്കിയത്.